പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇറാൻ ശക്തമായ ആക്രമണം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്നു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒക്കെ തന്നെ സൈനിക താവളമുള്ള രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. ഇപ്പൊ സൈപ്രസിന് നേരെ ആക്രമണം നടത്തിയത് യൂറോപ്യൻ യൂണിയനെ വലിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇസ്രയേൽ തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇസ്രയേലും അമേരിക്കയും ഈ യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ പറഞ്ഞത് ആണവായുധങ്ങളെ നിരായുധീകരിക്കാനുള്ള ഒരു ശ്രമം ലോകത്തിന് ഭീഷണിയാണ്. ഇപ്പോൾ ഫൊർദാൻ അതുപോലെ നദാൻസ് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ സമ്പുഷ്ടീകരിച്ച 60% ആണവായുധങ്ങൾ അല്ലെങ്കിൽ യുറേനിയം ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തുന്നു. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നു. ബങ്കർ ബസ്റ്റർ പോലെയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ആണവായുധം നിർമ്മിക്കാനുള്ള ഈ യുറേനിയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇറാൻ്റെ ഏതാണ്ട് 1000-ഓളം ഭാഗങ്ങളിൽ സ്ഫോടനം ഉണ്ടായെന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആണവായുധം നിർമ്മിക്കാൻ വെച്ചിരിക്കുന്ന ഈ യുറേനിയത്തിൽ നിന്ന് ആണവ വികിരണം ഉണ്ടായേക്കാം. ഈ ആണവ വികിരണം എന്ന് പറയുന്നത് ഇറാന് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പം ലോകം ഉറ്റുനോക്കുന്നത് ഇറാനിൽ എവിടെയെങ്കിലും ആണവ വികിരണം ഉണ്ടാകുന്നുണ്ടോ, വളരെയധികം ഭയപ്പെട്ടിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇത്തരം ഭീതി ഇപ്പോൾ ജനങ്ങൾക്കുണ്ടല്ലോ. എന്തായിരിക്കും കാരണം? അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ ആണവ അല്ലെങ്കിൽ വികിരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അറ്റോമിക് എനർജി അങ്ങനത്തെ ഒരു വിങ് ഉണ്ട്. അവർ സമീപത്തുള്ള രാജ്യങ്ങൾ മൊത്തം പരിശോധിച്ചപ്പോൾ അവിടെയെങ്കിലും ഒരു പ്രശ്നവും അല്ലെങ്കിൽ അവിടെ നിന്നൊരു അതിൻ്റെ പ്രസൻസ് ഇല്ല. പക്ഷേ ഇവരുടെ ചില ഇടങ്ങളിൽ ഈ പറയുന്ന ആണവ നിലയങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് അതിനകത്തുനിന്ന് ഈ ആണവ വിസരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഇറാൻ സമ്മതിക്കുന്നില്ല. അതായത് അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. എന്തു വന്നാലും ഈ അവരുടെ രാജ്യത്ത് അതിനോടനുബന്ധിച്ച് ആ ജനത്തിന് എന്ത് പറ്റിയാലും പ്രശ്നമല്ല. അല്ലെങ്കിൽ ഈ യുദ്ധം നടത്തുകയാണ് അല്ലെങ്കിൽ മറ്റ് ഇതെന്ന് പറയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു കാര്യമാണല്ലോ. നേരെ 10 കൊല്ലം കൊണ്ട് അവർ അനുവദിക്കാതിരുന്നത് ഇതുപോലെ അവരുടെ ആണവ ആയുധം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധവും അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയൊക്കെ വിഘ്നം നിൽക്കുകയാണല്ലോ. അപ്പം പരിശോധിക്കാൻ അനുവദിക്കുന്ന വിഷയമില്ല. അല്ലെങ്കിൽ അജ്ഞതയുള്ളവൻ പെരുമാറുന്നത് പോലെ. കാരണം ഇത് അവനും നാശമാണ്, ലോകത്തിനും നാശമാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അതൊരു ആശങ്കയിലേക്ക് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അതെന്താണ് ലോകം ആശങ്കയോടെ കാണുന്ന കാര്യം എന്നുള്ള ഇതാണ്. അപ്പം അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വരാം? ഇറാന്റെ നിലപാട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്? അല്ല, ഇറാന്റെ നിലപാട് എങ്ങനെയായാലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം 1979 മുമ്പ് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 1-ാം നമ്പർ ഒരു രാജ്യമായിരുന്നു. യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. പക്ഷേ 1979 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബാർബറിയൻ നേച്ചറായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അമേരിക്കൻ എംബസി. അവിടുത്തെ സ്റ്റാഫിനെ 444 ദിവസം ബന്ദികളായിട്ട് പിടിച്ചു വെച്ചു. യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഈ മെഷീൻ ഗണ്ണും വെച്ച് പിന്നാലെ നടന്ന് 444 ദിവസം പിടിച്ചു വെച്ചു. അത് സാധാരണ ഒരു രാജ്യം ചെയ്യാത്തതാണ്. വാസ്തവത്തിൽ ഇറാനിലെ ഷായ അവിടെ താമസിപ്പിച്ചു, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് തോന്നുന്ന ലോകത്തിലൊരു രാജ്യവും ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യയുടെ എംബസി അതേപോലെ കാണിക്കാം. അല്ലെങ്കിൽ സിറിയയുടെ കാര്യത്തിൽ റഷ്യ കാണിക്കുന്നതും അതേപോലെയാണ്. അപ്പോൾ അമേരിക്ക ഇത്രയും ശക്തമായ ഒരു രാഷ്ട്രത്തെ അവർ കാണിച്ചത് ഈ രീതിയിലാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും ഇവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, സാംസൺ ഇൻ ഗാസ എന്ന് പറയും. സാംസന്റെ കണ്ണാവ് കുത്തി കളഞ്ഞിട്ട് ഗാസയിൽ കൊണ്ടുപോയി വലിയ ഒരു കെട്ടിടത്തിൻ്റെ ആ തൂണിൽ കെട്ടിയിട്ട് കഴിഞ്ഞ് ഇവനെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ. അവസാനം സാംസൺ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഇവിടെ നിന്ന് രക്ഷയില്ല, എങ്കിൽ ഈ ബിൽഡിംഗ് തന്നെ നശിപ്പിക്കാമെന്ന്. അദ്ദേഹത്തിന് അതിമാനുഷിക ശക്തി ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശക്തി മുടിയിലായിരുന്നു. കണ്ണ് കുത്തിക്കളഞ്ഞ് അവിടെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മുടി വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും അതിമാനുഷിക ശക്തിയായി. ആ തൂണ് പിടിച്ച് കുലുക്കി ഹ്യൂജ് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു, മുഴുവനും കൂടി ഇടിഞ്ഞു വീണ് എല്ലാവരും മരിച്ചു, സാംസണും മരിച്ചു. ഈ ഒരു സൈക്കോളജിയാണ് ഇറാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് ദി ആൾട്ടർനേറ്റീവ് ദേ ഹാവ്, വേറെ എന്താ മാർഗമുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ഇവരെപ്പോഴും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക.
വേറെ ഒരു കാര്യം അവർ പറയുന്നില്ല. ഈ ന്യൂക്ലിയർ ബോംബ് റെഡിയായി കഴിഞ്ഞാൽ ആദ്യം തന്നെ കൊണ്ട് ഇടാൻ പോണത് ഇസ്രായേലിലാണ്. ഇസ്രായേലിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മറ്റു മാർഗങ്ങളില്ല ഇത് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വികിരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എൻറിച്ച്മെന്റ് 60% എന്നൊക്കെയല്ലേ ഇവർ തന്നെ പറയുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കാണിക്കാം. അപ്പം അതുകൊണ്ട് ഇസ്രായേലിന് മറ്റു മാർഗങ്ങളില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്നിട്ടാണ്. അവർക്ക് താല്പര്യമുള്ളൊരു യുദ്ധമല്ല അത്. കാരണം ഇത് ഇറാനായിട്ട് ഇടപെടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ടീന ഫാക്ടർ ഉണ്ട്, ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്. ആ കണ്ടീഷനിലാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം വലിയ വികരണമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാമല്ല. അതിപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. അവർക്കാണെങ്കിലും മറ്റു മാർഗം. കാരണം ഇവർ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വാക്കാണല്ലോ പറയുന്നത്. ഇസ്രായേലിന് ഇത് സാധനം റെഡിയായി കഴിഞ്ഞാൽ ഉടനെ അവിടെ കൊണ്ടുപോയി ബോംബിടും. ഇതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന് വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടീഷൻ. അല്ല, ഈ വികരണം സംഭവിച്ചാൽ ഉടനെ ഈ നമ്മൾക്ക് ഞാൻ ഇതിൻ്റെ ഡെത്താവുകയാണോ അതോ ഇതിങ്ങനെ മനുഷ്യനെ ബാധിച്ചിട്ട് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുകയാണോ? ഇതിങ്ങനെ വികരണം എന്ന് പറയുന്ന ഒരു സംഭവം. വികരണം പക്ഷേ സ്ലോ ആയിരിക്കും. മറ്റേ ന്യൂക്ലിയർ ബോംബിന്റെ എക്സ്പ്ലോഷൻ പോലെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ഓഫ് കോഴ്സ് അത് ഫോർ ദി ഹോൾ ഹ്യൂമാനിറ്റി അതൊരു വലിയ ത്രട്ടാണ്. അതിന് വലിയ വില മനുഷ്യവംശം കൊടുക്കേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഇസ്രായേലിനും മറ്റു മാർഗമില്ല, അമേരിക്കയ്ക്കും മറ്റു മാർഗമില്ല, ഇറാനും മറ്റു മാർഗമില്ല. അപ്പോൾ ഇതിനകത്ത് വന്ന സാറ് പറഞ്ഞതുപോലെ വന്നവർ എങ്ങനെ വിശ്വസിക്കും? 60% എന്നാണ് പറഞ്ഞത്. 60 ഈ ഇതിനകത്ത് എൻറിച്ച്മെന്റ് ആദ്യത്തെ 5% ഏറ്റവും കൂടുതൽ പാട്. പിന്നത്തെ 20% അതിനെക്കാട്ടി കുറവാണ് എൻറിച്ച്മെന്റ്. പിന്നത്തെ 60% വളരെ ഈസിയാണ്. പിന്നെ 100ലേക്ക് വരുന്നതിന് ഈസി ആയിട്ട് നടക്കും. കാരണം അതാണ് അതിൻ്റെ ഒരു ഘടന. അപ്പൊ ഇവര് 60% വരെ വന്നു എന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ ആയിട്ടുണ്ടെന്ന് ഈ പറയുന്ന അറ്റോമിക് എനർജി അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശോധനക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് 100ലേക്ക് കടക്കാനൊന്നും പാടില്ല. 10 ദിവസം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആണവായുധം ഉണ്ടാക്കിയതിനെയും ഇറാൻ എന്നാണ് ഇപ്പൊ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് 10 ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടാക്കിയേനെയും അതേ രീതിയിലൊക്കെ ഉള്ള നീക്കം. 10 കൊല്ലം കൊണ്ട് ഈ പറയുന്ന ഒരു പരിശോധനയ്ക്കും വിധേയമാകാതെ ഇവർ പരിശോധനയ്ക്ക് വിധേയമായിക്കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു ഷാ ഭരണകൂടത്തിന്റെ കാലത്ത് തന്നെ ഒപ്പിട്ടാണ്. അതിനുശേഷം അതിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെ MPT. അപ്പം അതിന് മാറ്റം വരുത്തിയിട്ടില്ല. ഇത് മാറ്റം വരുത്തിയിട്ടുണ്ട് ഉത്തര കൊറിയ മാത്രമേ ഉള്ളൂ. ഉത്തര കൊറിയ മാറ്റം വരുത്തിയുകൊണ്ട് അവർക്ക് ബാനും മറ്റു കാര്യങ്ങളും ബാക്കി റെസ്ട്രിക്ഷൻസ് കൂടുതലാണ്. ഇത് ഒപ്പിടാതെ നിൽക്കുകയും എന്നാൽ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ലോകത്തെ വെല്ലുവിളിക്കുകയാണ്. ഇവരെ ഭയക്കേണ്ട രാജ്യമാണ്. ഇപ്പൊ എത്ര ന്യായീകരിച്ചാൽ ഇപ്പൊ കേരളത്തിൽ കുറെ ആൾക്കാർ പറയുമ്പം ഇയാൾ കാണിച്ചിട്ടുള്ള ക്രൂരതകളും ഇപ്പം ഇയാളെ അടിച്ചത് വരെ നമ്മൾ വിചാരിച്ചു അന്യായമാണ്. അടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ കാണിക്കുന്നത് എന്താണ്? ലോകത്തെ ഏറ്റവും സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യമാണ് സൗദി. സൗദിയെ ടാർഗറ്റ് ചെയ്തേക്കുക. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ചോദിച്ചോട്ടെ, അവര് യുദ്ധത്തിന് മുമ്പ് പറഞ്ഞിരുന്ന എന്താണ്? യുദ്ധബേസുകൾ ഉപയോഗിക്കാൻ പാടില്ല. യുദ്ധബേസുകൾ ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. യുദ്ധബേസുകൾ ഉപയോഗിക്കാതെ എന്തിനാ അവരെ ആക്രമിക്കുന്നേ? അപ്പം ആ ടാർഗറ്റഡ് മനസ്സിലാവുന്നു. അമേരിക്ക ഇവരുടെ ആരുടെയും യുദ്ധബേസ് ഉപയോഗിക്കാതെ, യൂറോപ്യൻസിന്റെ ഉപയോഗിക്കാതെ, എനിക്കൊന്ന് ബ്രിട്ടന്റെ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. അവർ കപ്പൽ കൊണ്ടിട്ട് യുദ്ധം ചെയ്തു. യുദ്ധബേസ് ഉപയോഗിക്കാതെ കൊടുത്താൽ ഞങ്ങൾ അടിക്കുമെന്ന് പറഞ്ഞു. കൊടുത്തില്ലേലും അടിക്കുക. അപ്പൊ അവരുടെ ടാർഗറ്റ് അവരുടെ രാജ്യം മാത്രം, അവരുടെ ഒരു ലോകം മാത്രം. ലോകത്തൊന്നിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ അല്ല, അങ്ങനെയല്ല. ഇറാൻ എന്ന് പറയുന്നത് ഈ ട്രീറ്റിയിൽ ഒപ്പിട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ ആണവോർജ്ജം ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കാനായിട്ട് ശ്രമിച്ചത്. ഓക്കെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ മറ്റായുധം നിർമ്മിക്കാനായിട്ട് ഇതിന് ശ്രമിച്ചാൽ നിങ്ങൾ ഈ ട്രീറ്റിയിൽ നിന്ന് പിൻവാങ്ങണം. ഇതാണ് ഉടമ്പടി. അതുകൊണ്ടാണ് ഉത്തര കൊറിയ പിൻവാങ്ങിയത്. ഞങ്ങൾ ആണവായുധം നിർമ്മിക്കും. ഇവിടെ ഇവർ ഇത് പറയുന്നുമില്ല. പക്ഷേ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. ഈ 60% ഉണ്ടെന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അധികൃതർ വന്ന് പരിശോധന നടത്തി. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഫൊർദാൻ അല്ലെങ്കിൽ നദാൻസ് പോലെയുള്ള ആണവ പരീക്ഷണശാലകളിലല്ല ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ പരിശോധിക്കാൻ പറയും. അവിടെ പരിശോധിക്കുമ്പോൾ ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോഴും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇവരുടെ 60% അപ്പുറത്തേക്ക് സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഇല്ല. പക്ഷേ 60% നിന്ന് 90% ആകാൻ വളരെ എളുപ്പമാണ്. 60% ഉണ്ടെങ്കിൽ 10 ആണവായുധങ്ങൾ ഇറാന് നിർമ്മിക്കാം. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയാണ് എന്ന് പറയുന്നത് മത നേതാവാണ്. അവർ മതഭരണകൂടത്തെയാണ് അംഗീകരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനെ പോലും അവർ അംഗീകരിക്കുന്നില്ല.
ഏതാണ്ട് 47 വർഷമായിട്ട് ഇറാൻ ഉയർന്ന ഒരു മുദ്രാവാക്യമുണ്ട്, അമേരിക്ക തുലയട്ടെ. ഇതാണ് അവരുടെ ഏറ്റവും പ്രഖ്യാപിതമായ ലക്ഷ്യം. അതായത് 1979 ഈ മതഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാന്റെ നിലപാടാണ്. പിന്നീട് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആണവോർജ്ജം, ഈ പറഞ്ഞ യുറേനിയം സമ്പുഷ്ടീകരിച്ചെടുക്കുക. അപ്പോൾ ആണവായുധം നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കരുതെന്ന് പറയുന്നു. നിർമ്മിക്കുന്നില്ല, ഞങ്ങൾ ഇവിടെ ഊർജ്ജ ഉൽപ്പാദനത്തിലാണെന്ന് പറയുന്നു. പക്ഷേ ഇറാനെ പോലുള്ള ഒരു രാജ്യം എണ്ണയാൽ സമ്പുഷ്ടമാണ്. അപ്പോൾ ആ എണ്ണ കൊണ്ട് ധാരാളം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാമെന്നിരിക്കെ ആണവോർജ്ജം കൊണ്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിച്ചു. ഇപ്പോൾ ഉള്ള പ്രശ്നം, ഇവർ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയെങ്കിലും സേഫ് സോണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ആണവായുധം നിർമ്മിക്കാം. അങ്ങനെ നിർമ്മിച്ചാൽ ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ എടുത്ത് ഉപയോഗിക്കാം. കാരണം ഞങ്ങൾ നശിച്ചാൽ നിങ്ങളും നശിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഒമാൻ എന്ന് പറയുന്ന മധ്യസ്ഥ രാജ്യത്തെ വരെ ആക്രമിച്ചു. എന്നിട്ട് എണ്ണപ്പാടങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇവർ പ്രോക്സികളെ വളർത്തിക്കൊണ്ട് വന്ന ലെബനൻ എന്ന് പറയുന്ന രാജ്യം, ഇറാഖിലെ രാജ്യം, പാകിസ്ഥാനിലെ ഷിയ വംശജർ, ഇവരൊക്കെ തന്നെ കൂട്ടത്തോടെ ഇറാന് പിന്തുണയുമായിട്ട് എത്തിയാൽ ഈ ലോകയുദ്ധം എന്ന് പറയുന്ന പശ്ചിമേഷ്യ കടന്ന് യൂറോപ്പിലേക്കും ഈ മിഡിൽ ഈസ്റ്റിലേക്കും വ്യാപിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ആണവ വികിരണം സംഭവിക്കുമോ, അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ലോകത്തിന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.